എൻ്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കേട്ടോ. യാത്ര ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാ യാത്രകളും കൂടെ ഒരു ഗ്യാപ്പിൽ, അതായത് നടക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ സൈക്ലിംഗ് ആണെങ്കിൽ, അതേപോലെ ബൈക്ക് ആണെങ്കിൽ, ബസ് ആണെങ്കിൽ, ഈ പറഞ്ഞ ട്രെയിൻ ആണെങ്കിൽ, ഇൻ കേസ് ഫ്ലൈറ്റിൽ പോകണുണ്ടെങ്കിൽ പോലും ഒരു കുറഞ്ഞ സമയത്തെ ഫ്ലൈറ്റ് യാത്രയും കൂടെ യൂസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു യാത്ര ഒരു ദിവസം ചെയ്ത് നമുക്കൊരു ലൊക്കേഷനിൽ എത്തേണ്ടതുണ്ടെങ്കിൽ അതൊരു രസമാണ്. എന്ന് വെച്ചാൽ ഒറ്റ യാത്ര, ഒറ്റ വണ്ടി, ഏതെങ്കിലും ഒരു വണ്ടിയിൽ മാത്രമുള്ള യാത്രയാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരസത എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ എൻ്റെ യാത്രകൾ കൂടുതലും ഞാൻ ചെയ്യാറ് ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എൻ്റെ വാട്സപ്പിലാണെങ്കിലും കമൻറ്റിൽ അല്ല സ്റ്റാറ്റസിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല ചിത്രങ്ങൾ കണ്ടപ്പോൾ ബൈക്കിലാണ് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ നിർത്തി ആ ഫോട്ടോ എടുത്തു. ഇപ്പം ഇൻ കേസ് ബസ്സിലാണ് പോകുന്നുണ്ടെന്ന് വെച്ചാൽ നടന്നു പോയി നമ്മൾ നമ്മുടേതായ ഭാഗത്ത് കുറച്ച് നേരം ഒന്ന് മാറി നിന്ന് എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചിത്രങ്ങൾ എടുത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുത്തോ അതിനെടുത്തിട്ട് ഒന്ന് സ്റ്റാറ്റസ് ആക്കി വെക്കുക, അല്ലെങ്കിൽ അത് യൂട്യൂബിലേക്ക് കയറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഭാവിയിൽ കയറ്റുകയോ ചെയ്തുകൊണ്ടാണ് എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മോഹൻലാലിൻ്റെ ഒരഭിപ്രായം, മോഹൻലാൽ പണ്ട് ഒരു നമ്മുടെ ശ്രീനിവാസനോട് പറയണ്ടായി, ഇതൊക്കെ വിട്ടിട്ട് നേരെ കാശിക്ക് അങ്ങോട്ട് നടക്കുക, എന്നിട്ട് നമുക്ക് അങ്ങനെ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പോയിക്കോ, ഞാനിവിടെ എൻ്റെ പണിയെടുത്തിട്ട് ജീവിക്കട്ടെ. പക്ഷെ മോഹൻലാലിൻ്റെ മകൻ അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ന്യൂസ് കാണുന്നുണ്ടായി. അപ്പം എന്താ വെച്ചാൽ ആ ആളുടെ അഭിപ്രായം ആളുടെ മകനിലൂടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ മകൻ സേഫാണ്. കാരണം ഇനിയിപ്പോൾ എവിടെ പോയി എന്തൊക്കെ ചെയ്തു വന്നാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും അത് ആളുടെ അഭിപ്രായം ആള് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മകനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ അച്ഛന് ഒരു അഭിപ്രായം എന്നോട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ അങ്ങേര് മരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പലർക്കും പല അഭിപ്രായം. അപ്പൊ എൻ്റെ അമ്മയ്ക്കൊരു അഭിപ്രായം എന്നെ പറ്റിയിട്ടുണ്ടാവും. അത് ഇപ്പൊ ഞാൻ അവിടെ നിന്ന് അമ്മയെന്ന് വിട്ടു പോരുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ചെയ്തു കൊടുക്കും. ഇനിയിപ്പോ എൻ്റെ അഭിപ്രായത്തിന് ഞാൻ ജീവിക്കട്ടെ. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ എൻ്റെ പെങ്ങൾക്കൊരു അഭിപ്രായം എന്നെ പറ്റിയിട്ടുണ്ടാവും, ബാക്കിയുള്ളവർക്ക് എല്ലാവരുടെ അഭിപ്രായം ഞാൻ ചെയ്തു കൊടുക്കണ്ട. എൻ്റെ അഭിപ്രായം അത് ഞാൻ ചെയ്യാം, ബാക്കിയുള്ളവരുടെ അഭിപ്രായം അവർ ചെയ്യട്ടെ. അങ്ങനെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറുള്ളവന് ഉപദ്രവമാകരുത് എന്ന് കരുതിയിട്ട് വേറുള്ളവന് തീരെ ഉപദ്രവമാവാതെ ഒരുത്തൻ്റെ അഭിപ്രായം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. വേറുള്ളവന് ചിലപ്പോൾ ഉപദ്രവമായേക്കാം ഇങ്ങനെ മാനസികമായിട്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപദ്രവം തന്നെയാണ്. കാരണം അവരുടെ അഭിപ്രായം നടക്കണില്ലല്ലോ എന്നിലൂടെ, പക്ഷെ എൻ്റെ അഭിപ്രായം എന്നിലൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ടാവും, അത് അവരവർ ചെയ്യുക. ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്.